ഇന്നലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച സംഘാടകർ നിയമ നടപടി നേരിടുകയാണ്. കേരള സർവകലാശാല അവർക്കെതിരെ നടപടി ഒരുങ്ങുന്നു എന്നാണ് വാർത്ത. തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിലെ പ്രതിഷേധത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. പരസ്യ ഏറ്റുമുട്ടലിനിടെ ഗവർണറും കൃഷിമന്ത്രിയും ഇന്ന് തൃശൂർ മണ്ണുത്തിയിൽ ഒരേ വേദി പങ്കിടും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരും. അതുപോലെ ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ് സജി, കാർഷിക സർവകലാശാല എന്ത് പരിപാടിയിലാണ് ഇന്ന് ഗവർണറും കൃഷി വകുപ്പ് മന്ത്രിയും നേരിട്ട് പങ്കെടുക്കുന്നത്? ഭാരതാംബ വിവാദത്തിന് ശേഷം കൃഷിമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ എത്തുകയാണ്. തൃശ്ശൂരിൽ നടക്കുന്ന കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും പങ്കെടുക്കുന്നത്. ഇന്ന് ഹയാത്ത് റീജൻസിയിലാണ് ഈ ബിരുദദാന ചടങ്ങ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ സുരക്ഷയാണ് തൃശ്ശൂർ നഗരത്തിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ അടക്കം SFIയും ഗവർണറും നേർക്കുനേരെത്തുന്ന ഒരു സാഹചര്യവും തിരുവനന്തപുരത്തുണ്ടായ സംഘർഷത്തിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ തൃശ്ശൂരിലും കനത്ത സുരക്ഷയാണ്. അത് പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് ഗവർണർ തൃശ്ശൂരിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി SFI അടക്കം വലിയ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കാർഷിക സർവകലാശാല ഈ മാധ്യമങ്ങൾക്കടക്കം ഒരു പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനും ഈ ഫോട്ടോ അടക്കം പകർത്തുന്നതിനും ഒരു വിലക്കായിരുന്നു ഈ പരിപാടി പ്രഖ്യാപിക്കുന്ന സമയത്ത് കാർഷിക സർവകലാശാല നടത്തിയത്. പിന്നീട് രാജ്ഭവൻ അത്തരത്തിലൊരു വിലക്കിന് ശുപാർശ ചെയ്തിട്ടില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ ഇന്നലെ ഈ വിലക്ക് പിൻവലിച്ചുകൊണ്ട് സർവകലാശാല ആദ്യ നിലപാടിൽ മലക്കം അറിയുകയും ചെയ്തു. ഇന്ന് മാധ്യമപ്രവർത്തകർക്കടക്കം അവിടെ എത്തി ദൃശ്യങ്ങളടക്കം പകർത്താം എന്നുള്ളതും അറിയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അത് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാധ്യമ വിലക്കടക്കം ഏർപ്പെടുത്തിയെന്നുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് എന്തായാലും ഗവർണറും കൃഷിമന്ത്രിയും ഒരേ വേദിയിൽ ഇന്ന് തൃശ്ശൂരിലെത്തുന്ന താങ്ക് യു. ഇനി തിരുവനന്തപുരത്ത് ഷെവീദ് റാവുത്തർ കൂടി ചേരുന്നു. ഗവർണർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും ഷെവീദ്? പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഭാരതാംബയുടെ ചിത്രം വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണല്ലോ. ഉറപ്പായിട്ടും, അതായത് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് 2 തട്ടിൽ 2 കൂട്ടരും, അതായത് ഗവർണർ ഒരു തട്ടിൽ നിൽക്കുന്നു, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഒരു തട്ടിൽ നിൽക്കുന്നു. ഇന്നലെ സെനറ്റ് ഹാളിലെ സംഘർഷത്തിന് പിന്നാലെ ഇക്കാര്യത്തിൽ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പ്രത്യേകിച്ച് ക്രമസമാധാന പ്രശ്നമുണ്ടായിട്ടും ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തിയത് അതൊരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്ന കാര്യം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗവർണർക്ക് ഒരു കത്ത് നൽകിയത്. അതായത് തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ച് കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രവുമല്ല, ഇത്തരം ചിത്രങ്ങൾ, ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് ഒരു കത്ത് അയച്ചിട്ടുള്ളത്. സമാനമായി ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനം, കേരള സർവകലാശാല ആസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗവർണർ ഉടൻ തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒരു കത്ത് നൽകും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കത്ത് പോര് നടക്കുമ്പോൾ, മറുവശത്താകട്ടെ ഇന്നലത്തെ ഈ സെനറ്റ് ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല ഈ വിഷയത്തിൽ പരിപാടിയുടെ സംഘാടകർക്ക് അവരുടെ നഷ്ടങ്ങളടക്കം കണക്കാക്കി, ഇന്നലത്തെ സംഘർഷത്തിലുണ്ടായ നഷ്ടങ്ങൾ കണക്കാക്കി നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വിവരവും ഈ കേരള സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതേസമയം ഇന്നലത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. KSU SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്.